ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പവും തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു മുട്ടക്കറി ഉണ്ടാക്കിയാൽ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. നമ്മൾ അരിമാവ് നല്ലപോലെ മൂത്ത മാവാണ്, ഇടിയപ്പത്തിന് മൂപ്പിച്ചെടുക്കുന്നതാണ്. നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ട് ഉപ്പും വെള്ളമെല്ലാം ചേർത്ത് കുഴച്ച് കുറച്ച് എണ്ണയും കൂടെ ചേർത്താണ് കുഴച്ച് വെച്ചത്. അത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പം തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ ഇടിയപ്പം എല്ലാം നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 4 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമ്മൾ വാട്ടാനിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതും ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് 3-4 കാഷ്യൂനട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. തേങ്ങാപ്പാലും ചേർത്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഉള്ളി വാടി കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എല്ലാം ചേർത്ത് നമുക്ക് ചൂടോടെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. കുരുമുളക് പൊടിയും ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയും നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്കനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. അതും ചേർത്ത് കുറച്ചും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർക്കാം. മുട്ട നമുക്ക് ഉപ്പിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം. മുട്ട നമ്മൾ കുക്കറിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാലും കൂടെ ചേർക്കാം. ഇനി നമുക്കധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടെ പാൽ ചേർക്കാം. പാലും ചേർത്ത് കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർക്കാം. ഒരു മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. നമുക്കിതിൽ ഗ്രേവിയിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൂടെ തിളച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കടുവും കൂടെ തളിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ടയും കൂടെ നമുക്ക് പീസാക്കി ഇതിൽ ചേർക്കാം. ഇങ്ങനെ മുറിച്ച് ചേർക്കുമ്പോൾ അതിനകത്തെല്ലാം നല്ല ഗ്രേവി നല്ലപോലെ പിടിച്ച് ആ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഒരു കാഷ്യൂനട്ട് അരച്ച് ചേർത്തതുകൊണ്ടും തേങ്ങാപ്പാൽ നല്ലപോലെ ഏറെ ചേർത്തതുകൊണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പം ഇടിയപ്പത്തിനാകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ കടുക് താളിച്ച് വെച്ചിരുന്നതും കൂടെ ചേർക്കാം. നമുക്ക് മസാലപ്പൊടി ചേരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശകലം ചേർക്കാം, ഗരം മസാലപ്പൊടി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ടക്കറി ശരിയായിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയും നമ്മുടെ ശരിയായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കണം. മുട്ട ഇങ്ങനെ മുറിച്ചിടുമ്പോൾ അതിൻ്റെ ഗ്രേവിക്കൊക്കെ മുട്ടക്കറിക്ക് നല്ല മണമാണ്. മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്.
നമുക്ക് തേങ്ങാപ്പാലും കാഷ്യൂനട്ടും ഒക്കെ അരച്ച് ചേർക്കുന്നുണ്ട്. പാലായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ നല്ല ഗ്രേവി ഉണ്ടാവും. നമുക്ക് ഇടിയപ്പത്തിന് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്നു. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.